ഹലോ, തിരക്കാണോ? ഇല്ലല്ലോ. ആണോ? അപ്പം എൻ്റെ കൂട്ടുകാരെ വരാൻ ലേറ്റാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങളെ കണ്ടത്. ഇവിടെ ഫുൾ കപ്പിൾസ് ആയതുകൊണ്ടേ ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടാണ്. അല്ല, അങ്ങനെയല്ല, മീൻസ് എനിക്ക് പിന്നെ അവർ രണ്ടുമണി ട്രെയിനിലാണ് വരുന്നത്. എൻ്റെ വീട് എറണാകുളത്താണ്. ഓക്കെ, പേരെന്താ? രേഷ്മ. മിഥുന. ഓക്കെ, ചാർലി എന്നാണ്. ഞാനിപ്പോൾ ഇത് ജേർണലിസം കഴിഞ്ഞ് ഒരു വെറുതെ ഇരിക്കുക. ഓക്കെ, നിങ്ങളെന്താ ചെയ്യുന്നത്? ഏവിയേഷൻ ആണോ? എവിടെയാ? നിങ്ങളെവിടെയാ? ഇവിടെയാണോ വീട്? കൊല്ലം. എവിടെ നിൽക്കുന്നത് നിങ്ങള്? ഇല്ല, ഞാൻ പറഞ്ഞു എൻ്റെ വീട് എറണാകുളത്താ. അന്നേരം സുഹൃത്തുക്കളായിട്ട് എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയില്ല, അറിയോ? വന്നിട്ടുണ്ടോ? ആ, എൻ്റെ ചാർലി എന്നാ ഇൻസ്റ്റ ഐ ഡി. ഫോളോ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. സിംഗിൾ അതോ കമ്മിറ്റഡ് ആണോ നിങ്ങൾ? അയ്യോ, സാറ് കമ്മിറ്റഡ് ആണോ? ഓ, അതാണ് വെയിറ്റിംഗ്. പുറത്താണോ ചേട്ടൻ? ഇല്ല, ഞാനും സിംഗിളാണ്. എനിക്ക് കമ്മിറ്റ്മെന്റ് താല്പര്യം ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമിച്ച്. അതിനിപ്പോ എന്താ പ്രശ്നം? ഇങ്ങനെയൊക്കെയല്ലേ കമ്മിറ്റഡ് ആവുന്നല്ലേ? മൃദുല ഹെൽപ്പ് ചെയ്യോ? സോറി, അല്ല, നിന്റെ പേരെന്താ? സോറി. അല്ല, നീ ഇപ്പൊ സിംഗിൾ അല്ല, അപ്പൊ പിന്നെ അങ്ങനെ കമ്മിറ്റഡ് ആവണമെന്നല്ല. നമുക്ക് പരിചയപ്പെട്ടല്ലേ? നീ ഇപ്പൊ എന്റെ ചിന്ത അത് മാത്രമാണ്. എന്റെ മോനെ രേഷ്മ, ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. ഒരു പ്രൈസാണ് ഒരു കാര്യം. ഒന്നേ, നീ വരണ്ട. റിയൽ ആയിട്ട് അവർക്ക് റിലേഷൻ ഉണ്ട്. മിഥുനക്ക് അതല്ല ഞാൻ ചോദിച്ചത്. എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അല്ല. ഞങ്ങളിപ്പോ വന്നിട്ട് ഒരു 2 മന്ത് എന്നാലും അറിയായിരിക്കുമല്ലോ, എന്റെ ഇന്റിമേറ്റ് ആയിരിക്കുമല്ലോ ഇങ്ങനെ വരുന്ന സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും. ഒരാളെ കാണുന്നു പെട്ടെന്ന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അല്ലെങ്കിൽ ഐക്യത്ത് വരുന്നല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത്. ആണ്, അങ്ങനെയാണ്. ഇല്ലേ അല്ല, നീ ചോദിച്ചതല്ല ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്താണ് തോന്നുന്നത്, അതാണ് പറഞ്ഞ അയ്യെന്ന് പറഞ്ഞത്. അത് നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് പറ്റുമല്ലോ. അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു വെച്ചാൽ മിഥുന, അതായത് ഇപ്പൊ നമ്മളിപ്പോ റിലേഷൻ ആവുന്നു. ഇപ്പൊ എനിക്ക് നിന്റെ കൈ കണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു, നമ്മള് പ്രണയത്തിലാവുന്നു വെച്ചോ. ചുമ്മാ ഒരിക്കടി ഇന്ന് കൺവേ ചെയ്തെടുത്തോട്ടെ. അതാണ് നമ്മളിപ്പോ കണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ, എന്ന് നമ്മൾ റിലേഷനിലാവുമെന്ന് വെച്ചോ. റിലേഷൻ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ ക്യാരക്ടർ നിന്റെ ക്യാരക്ടർ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴും പരസ്പരം ബോണ്ടിങ് ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ റിലേഷൻ മുന്നോട്ട് പോകും. ബോണ്ടിങ് ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ബ്രേക്ക് ഇപ്പോൾ ചെയ്യേണ്ടി വരുമല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ പരസ്പരം സംസാരിച്ചാൽ, നമ്പർ കൈമാറിയാൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുന്നു. അതാണ് ലവ് ലെറ്റർ എഴുതാൻ. പക്ഷെ ഇപ്പൊ നിന്നെ എന്ന് കാണാനാടി അല്ലേ? ഇപ്പൊ നിന്നെ കാണാനുള്ള സാധ്യത വളരെ കുറവല്ലേ? ശരിക്കാതെ കാര്യം മെയിലടിയൊക്കെ ബുദ്ധിമുട്ടല്ലേ ഞാൻ ടൈപ്പ് ചെയ്തിട്ട്. അതൊക്കെ ചിലവല്ലേ, എക്സ്പെൻസ് കൂടുതലല്ലേ? നിനക്കും ജോലി അല്ല, നിനക്കും ചിലവ്. നീയും സ്റ്റുഡന്റ് ആണ്, ഞാനും പഠിച്ചു കഴിഞ്ഞോളൂ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ജോലിയില്ല സാഹചര്യം, നമ്മൾ എക്സ്പെൻസ് വഹിക്കേണ്ട ആവശ്യം. നമ്മൾ ദീർഘവീക്ഷണം വേണം. ഞാൻ ജേർണലിസം കഴിഞ്ഞു, മുമ്പ് ചാനലിലായിരുന്നു. ഇപ്പൊ നിലയിൽ വെറുതെ ഞാൻ സെറ്റാക്കാം. അങ്ങനെ മോശം സംസാരിക്കല്ലേ. എങ്കിൽ എത്രയോ കുട്ടികളോട് ഞാൻ ആരോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. രേഷ്മയെ കണ്ട രേഷ്മ ഒരു ഹെൽപ്പ് മെന്റാലിറ്റി കൊച്ചാണ്. കാരണം വെച്ചാൽ നിന്നെ പോരല്ല, അവളിപ്പോൾ ഒരു പാവം കൊച്ചാണ്. അവൾക്ക് മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ചേട്ടാ സംസാരിച്ച് നോക്ക്, കുഴപ്പമില്ല, എന്നിൽ പറ്റുന്ന എല്ലാ സഹായം ചെയ്യാന്നാണ് പറഞ്ഞത്. അല്ല, നമുക്കിപ്പോൾ റിലേഷൻ മുന്നോട്ട് മീൻസ് റിലേഷൻ എന്നല്ല, റിലേഷൻ വേണ്ട. അല്ല, നമുക്ക് ഇങ്ങനെ കമ്പനി അടിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഇപ്പം എന്താ പ്രശ്നം? താല്പര്യമുണ്ടോ കുട്ടി? സൂപ്പർ.
ചേട്ടാ എനിക്ക് കമ്പനിയിലൊന്നും താല്പര്യം. നിലവിൽ ഇന്ന് കണ്ടു, ഇനിയിപ്പോൾ എന്ന് കാണുന്ന ആർക്കറിയാൻ പറ്റും. ഞാൻ എറണാകുളത്ത് പോകും, താനിവിടെ ട്രിവാൻഡ്രത്താണ്. ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. ഇപ്പം ഇൻസ്റ്റയല്ല നീ പറഞ്ഞ പോലെ എല്ലാവരും കൊടുക്കുന്നതാണ്, പക്ഷേ നമ്പർ തരുമ്പോൾ അത്രയും ഫ്രീഡം നമുക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായില്ല, അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കാം. നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഫ്രണ്ട്സ് ഇപ്പം പോകും. ഞാൻ പിന്നെ പോയാൽ നീ ലാസ്റ്റ് നമുക്ക് ഇനി കാണാൻ പറ്റില്ല. ഞാൻ എവിടെ വെച്ച് കണ്ടാലും നമ്മളെവിടെ വെച്ച് കാണുമല്ലോ. നീ കളിയാക്കാതെ സീരിയസ് ഒരു ആത്മാർത്ഥമായിട്ടൊരു ലവ് ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ആദ്യം ഇങ്ങനെ ലവ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. അതാണ് ആദ്യത്തെ അവസാനത്തെ. അതാണ് രേഷ്മയുടെ വാക്ക് പൊന്നാവട്ടെ. ഞാൻ പറയുന്നത് ആദ്യത്തെ അവസാനത്തെ ആയിരിക്കും. നമ്മളിപ്പോഴേ പരിചയപ്പെട്ടത്, ഇനി പരിചയപ്പെടുമ്പോ കുറച്ചുകൂടി കമ്പനി ആവാൻ പറ്റുമല്ലോ. അതിനെന്താ ചേട്ടൻ ഇവിടെ സംസാരിച്ചോ? അങ്ങനെയല്ല, ഇപ്പൊ ഇന്ന് മാത്രമല്ലോ, ഇനിയുള്ള ദിവസങ്ങളിലും പരിചയപ്പെടണ്ടേ കൂടുതലായിട്ടും. ഒരാൾ നമ്പർ എന്ന് മീൻസ് ഇഷ്ടത്തെ നമ്പർ വരുന്നതും അപ്പോഴുള്ള കോണ്ടാക്ട് ചെയ്യുന്നതും പറഞ്ഞോട്ടൊന്നും ചോദിച്ചു മേടിക്കാൻ തമ്മിൽ വ്യത്യാസം. അതെ, ചോദിച്ച് ചോദ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നമ്പർ ചെയ്യണേ ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അതെന്താണ് ആ ഒരു സ്നേഹം. രേഷ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞേ? എല്ലാ രണ്ടു സൈഡിൽ സപ്പോർട്ട് ചെയ്യാം. ചേട്ടൻ കണ്ട് ഞങ്ങളെ മാമന്റെ ലുക്ക്, ഞങ്ങൾ ഏറ്റവും ഇളയ മാമൻ ഉണ്ണിമാമൻ. പിന്നെന്താ നിന്റെ ഒരു കണ്ട റിലേറ്റീവിന്റെ ഒരു കട്ടുവരെ ഞാനുണ്ട്. അപ്പോ ഇത് മുന്നോട്ട് പോകുന്ന തെറ്റില്ലെന്നാണ് അർത്ഥം. കാരണം വെച്ചാൽ അപ്പൊ എന്തോ ഒരു രക്തബന്ധം നമ്മൾ തമ്മിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്നുണ്ട്. രക്തബന്ധം ഉദ്ദേശം ആ ഒരു ഇതല്ലേ. എന്നാൽ നമ്മൾ എന്തോ ഒരു നിന്റെ കുടുംബവുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പഴയ ജന്മത്തില് എവിടെ തൊട്ട് ഞാൻ അവിടെ നിന്ന് ഉരുവാൻ വയ്യ പ്ലീസ്. ഞാൻ കുറെ നേരം കൊണ്ട് ഇങ്ങനെ നിങ്ങളെ രണ്ടിനും കൂടി ട്രൈ അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ഊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഊക്കുന്നില്ല പ്രശ്നമൊന്നുമില്ല, പക്ഷെ നീ കാര്യം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനിപ്പോ എന്താ പ്രശ്നം? വലിച്ചഴിക്കണ്ട. ഞാൻ എന്റെ ജീവിതത്തിലേക്ക് വലിച്ചഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജീവിതത്തിൽ കടന്നു വരാന്നാ പറഞ്ഞത്. ഇപ്പൊ എന്ത് പ്രശ്നം വന്നാലും ഞാനത് മീൻസ് പട്ടിയെന്ന് വെച്ചാൽ പട്ടിയെന്ന് വെച്ചാൽ ഏറ്റവും നല്ല മൃഗമാണ് കേട്ടോ, സ്നേഹമുള്ള മൃഗമാണ് കേട്ടോ. അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. പറയൂ പിന്നെ എന്ത് ടിക്കറ്റ് എടുത്ത് തന്നാ നമ്പർ വരുമെങ്കിൽ എനിക്ക് എടുത്തു തരാം. എനിക്ക് ഞാൻ എന്തായാലും പോസ്റ്റ് എന്റെ കൂട്ടുകാരൻ വരുമ്പോൾ എന്തായാലും 1 മണിക്കൂർ എടുക്കാം. സീരിയസ്ലി എടുത്തു തരും, ഉറപ്പാണ്. കമോൺ ബട്ട് പ്ലീസ് ഗിവ് മി യുവർ നമ്പർ. എന്ത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ലവ് മാരേജ് ഒക്കെ മോള് എന്താ ചെയ്തോ, പക്ഷെ മോള് സ്വന്തം കാര്യം നിൽക്കാറായതിനു ശേഷം മോള് ആരെയും കണ്ടുപിടിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു മതി. സ്വന്തം കാര്യം നിന്നോ, ഒരു കുഴപ്പമില്ല. ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞോളൂ. അല്ല താൻ സ്വന്തം കാര്യം നിന്നോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാൻ. ഓക്കെ നീ പതിയെ മതി, ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞേ. ഓക്കെ 5 വർഷമോ 10 വർഷമോ കുഴപ്പമില്ല, ആയിക്കോട്ടെ, സന്തോഷമേ ഉള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യാന്നാ പറഞ്ഞേ. കുഴപ്പമില്ല, പക്ഷെ നിന്റെ ഒരു എസ് മോളിൽ കിട്ടിയാൽ പിന്നെ വെയിറ്റ് ചെയ്യുന്ന പ്രശ്നമില്ലല്ലോ. നമ്പർ ഷുവർ. ഇല്ല പ്ലീസ് ഗിവ് യുവർ നമ്പർ. രേഷ്മ നമ്പർ തന്ന ആൾറെഡി. രേഷ്മ ആൾറെഡി എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ രേഷ്മയുടെ ഫ്രണ്ട് നമ്പർ ആൾറെഡി എനിക്ക് തരും. ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, അവൾ തന്നെ തരും. പക്ഷെ നിന്നോട് ചോദിച്ചാലേ മേടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്ന സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യുമല്ലോ, അപ്പോൾ പെട്ടെന്ന് കാണുക. ഇപ്പോൾ മെസ്സേജ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണാൻ പറ്റില്ലെങ്കിലോ, ഇപ്പോൾ കോളാകുമ്പോൾ പെട്ടെന്ന് എടുക്കാനും പറ്റും, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. അതാ പറഞ്ഞത്. അതൊരു ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കുഴപ്പമില്ല, നമുക്ക് ലിമിറ്റ് വരെ ജീവിക്കാമല്ലോ. വീട്ടിൽ നിന്ന് എനിക്ക് വിഷയമൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും. ചേട്ടനെ സിംഗിളായിട്ട് സത്യം സിംഗിളായിട്ട് കല്യാണം കഴിക്കാതെ എനിക്ക് ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷെ നിന്നെ കാണുന്നതിന് മുമ്പ് വരെ സീരിയസ്ലി ഞാൻ സീരിയസ് നിന്നെ കാണുന്നതിന് മുമ്പ് വരെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. സീരിയസ്ലി. പക്ഷെ നിന്നെ ഇപ്പോൾ കണ്ടപ്പോൾ സമയത്താണ്
മീൻസ് അല്ല ചേട്ടാ അങ്കിൽ പിന്നെ എന്തെങ്കിലും കാണാൻ കൊള്ളാം എത്രയും നല്ല പെൺപിള്ളേർ ഈ കാണാൻ കൊള്ളുന്ന വെച്ചാൽ ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് രേഷ്മയുടെ ഒരു ലവറിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണ്? രേഷ്മയ്ക്ക് ഒരുപാട് ഭയങ്കര കാണുന്നില്ല. ചേട്ടാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ചേട്ടൻ കല്യാണം കഴിക്കുന്നത് ചേട്ടൻ ഇല്ല, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ ചോദിച്ച ഒരു കല്യാണം കേസ് വിടും. ഓക്കെ, കല്യാണം കഴിക്കുന്നില്ല. ആസ് എ സിംഗിൾ, നീയും സിംഗിൾ ആണ്, ഞാനും സിംഗിൾ ആണ്. ഓക്കെ, നമ്പർ എന്താ പ്രശ്നം? അതാ ചോദിച്ചത്. എല്ലാം പ്രൈവറ്റ്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. അപ്പം നല്ലൊരാളാന്ന് തോന്നുന്നു ഞാൻ ഇൻസ്റ്റ വഴി നമ്പർ തരാൻ പോരെ? ഇപ്പൊ നമ്മൾ ചേട്ടൻ ഇൻസ്റ്റയിൽ ഞാൻ ഫോളോ ചെയ്യും ഉറപ്പായിട്ടും. അതുകൊണ്ടല്ലോ നമുക്ക് സംസാരിക്കാം, നമ്മള് ഫ്രണ്ട്സ് ആണ്. പിന്നെ ഒരു ബോണ്ട് നമുക്ക് കിട്ടുവാന്നുണ്ടെങ്കിൽ നമ്മള് നീ സംസാരിക്കണം. നീ ഒന്ന് രേഷ്മ ഒന്ന് കാര്യം പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു വിവേചനം പറയാതെ കേട്ടോ. സ്ത്രീ പുരുഷ ഒന്നും വിവേചനമൊന്നും ഇല്ല ഇപ്പൊ നിലവില്. ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല വേറെ ഉണ്ട് കേട്ടാ. LGBTQ എന്നൊക്കെ അറിഞ്ഞൂടെ? നമ്പർ വേണ്ട ഏട്ടാ, നിന്റെ നമ്പർ വേണ്ട. ലവ് ഫസ്റ്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ഉള്ള നിലയിൽ ഞാൻ പറയാതെ ഇപ്പൊ ഞങ്ങള് ഒരു റിലേഷൻ തുടങ്ങിയത് ഫേസ്ബുക്ക് വഴിയാണ്. ഫേസ്ബുക്കിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 2 years 1 year ഒക്കെ ഞങ്ങൾ സംസാരിച്ച് അതിന് ശേഷമാണ് പിന്നെ കാണാമെന്നോ എടുക്കാമെന്നോ. പിന്നെ അത് ഇടയ്ക്ക് പല ഡിഫോൾട്ട് സംഭവിച്ച് ഞങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ അടുത്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒരു അല്ലെങ്കിൽ ഏത് വർഷം എടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി എടുക്കാൻ രണ്ടുപേരും തമ്മിൽ. അപ്പൊ അതിന്റെ അത് വെറും മണ്ടത്തരടെ വില സമയമല്ല ഇതിന്റെ സ്നേഹം അളക്കുന്നതൊന്നും. അതാ ഞാൻ ഉദ്ദേശിച്ചു വന്നത്. രേഷ്മയുടെ അതാ കാരണം. അതായത് അത് ഉറപ്പായിട്ടും ആശയങ്ങളായാലും ചിന്തിക്കുന്ന രീതിയിലായാലും അല്ലെങ്കിൽ ഫ്രീഡം എന്തിനാ അവൾക്ക് ഞാൻ ഇതിനെ ഫ്രീഡം കൊടുക്കേണ്ട ആവശ്യം? ഇവളെന്തോ പറയുന്നത്? ഇതിന് ഞാൻ പരിചയപ്പെട്ട് ഒരിക്കലും ഇതിനൊരു ക്യാരക്ടർ കണ്ടിട്ടൊന്നുമല്ല. ഇതിനൊരു ക്യാരക്ടർ വളരെ മോശമായിരിക്കും. അറിയില്ല മേ ബി മോശമായിരിക്കാം. നിന്റെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നത്. അതൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിനക്കിപ്പോൾ എന്നോട് നിനക്ക് പേഴ്സണൽ ഇഷ്ടമല്ല. പക്ഷെ നീ എന്നോട് സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി ഇഷ്ടമില്ല. പക്ഷേ എന്നോട് സംസാരിച്ച് ചിലപ്പോൾ ക്യാരക്ടർ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സിലായത്? ഞാൻ ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് നമ്പർ തരുമോ എന്ന് ചോദിച്ചത്. ഓക്കെ, നിനക്ക് അതാണ്. പക്ഷെ എന്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം എന്താണെന്ന്. മീൻസ് എന്റെ ക്യാരക്ടർ എന്താണെന്ന് നല്ല ബോധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ക്യാരക്ടർ ബേസിലെങ്കിൽ എനിക്ക് നിന്നെ ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ള കഴിവ് എനിക്ക് ഉണ്ട് എന്ന് ഉള്ളത് കൊണ്ടാണ്. അത് വേറെ ഒന്നുമില്ല. ആ മാട്രിമോണിയിൽ ഒന്ന് ഇട്ടോ മതി. അന്നേരം 5-6 റിജക്ഷൻ വന്നു കഴിയുമ്പോ പിന്നെ സെൽഫ് കോൺഫിഡൻസ് അങ്ങ് ഇല്ലാണ്ടായി. ഞാൻ പറഞ്ഞു ഇത് ക്യാരക്ടർ ബേസ് ആണ് മോളെ. ക്യാരക്ടർ ബേസ് സംസാരിച്ചാൽ എന്നാണ് പറഞ്ഞത്. മിസ് മിഥുന പ്രേമൻ, കൊല്ലം. പപ്പടത്തിന് വരെ പപ്പടം പൊളിഞ്ഞതിന് പപ്പടം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പപ്പടക്കൊള്ളി ഇതുവഴി കുത്തി ഇതുവഴി നടക്കുന്ന ടീംസാ. അതുകൊണ്ട് സൂക്ഷിച്ചാണ്. പ്രണയം വേണ്ട, ആസ് എ ഫ്രണ്ട് എന്ന നിലയിൽ മാത്രം. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല ഏട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആസ് എ ഫ്രണ്ട് ആവാൻ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. മീൻസ് ഇപ്പൊ തന്നെ എന്റെ കൂടെ പഠിച്ച എന്റെ കൂടെ ഒന്നും ആരും മിണ്ടത്തൊന്നുമില്ല. എന്റെ ഇതേ ഉള്ളൂ എന്റെ ഫ്രണ്ട്സ്. ഇത് ഞാൻ പോകുമ്പോൾ ഇതും അതെനിക്കറിയാം. അതാ നീ ഇപ്പൊ ഒറ്റപ്പെട്ടിരിക്കുക മനസ്സിലല്ല. അപ്പൊ നിനക്ക് ഇഷ്ടം എന്നാ ഒരു കാര്യം. പക്ഷെ ഒരാളെങ്കിലും ഒരു കാര്യം കേൾക്കാൻ വേണ്ടി ഉണ്ടാവുന്ന അവരെയും കൂടെ ഇതിനെ ബുദ്ധിമുട്ടിക്കണം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും. ഞാൻ മാത്രം ഇറങ്ങിയിരുന്നാൽ മതി. ഞാൻ മാത്രം ഓക്കെ. അപ്പൊ രേഷ്മ മിഥുന പ്രേമൻ. എടാ അപ്പൊ ഞാൻ ഉള്ള കാര്യം പറയാം. അപ്പൊ നമ്മളൊക്കെ എന്ന് പറയുന്നൊരു അങ്ങനെയല്ല, മനുഷ്യരൊന്നുമല്ല. അതല്ല ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ. സംഭവം നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഫുള്ള് മ്യൂസിയത്താണ്, ഫുൾ കപ്പിൾസ് ആണ്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന സമയത്ത് അല്ല നിങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഫുള്ള് കപ്പിൾസ് ആയതുകൊണ്ട് നമ്മള് ഞാൻ ഒന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമുക്ക് കുരുപ്പെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. നമ്മൾ പ്രാങ്ക്, സോഷ്യൽ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ക്യാമറ ഉണ്ട്.
എന്തായിരുന്നല്ലേ ഒളിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ മിസ് മിഥുന, പ്രേമൻ ആൻഡ് രേഷ്മ, ഓക്കെ, കുഴപ്പമൊന്നുമില്ല, സംസാരിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും അത് പ്രാങ്ക് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായോ? അങ്ങനൊന്നും തോന്നിയൊന്നുമില്ല. ഒരു വായി നോക്കിയിട്ടൊക്കെ ഏകദേശം അത് കട്ട് ചെയ്തേക്കെ. ഒരു കോഴിക്കട്ട് ബാക്കിലേക്ക് വന്നപ്പോഴേക്കും അല്ല, ആദ്യമേ ഞാൻ നോക്കിയപ്പോ ഇതുവഴി ഇങ്ങോട്ട് പോന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട്. ഞാൻ വിചാരിച്ച ഒറ്റയ്ക്കുള്ള ഫോൺ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഏതാണ്ട് ലവർ ആരെങ്ങാണ്ട് വരുവാ. ആരുമില്ല, സീരിയസ്ലി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതിന് നമുക്ക് അപ്പോൾ കുഴപ്പമില്ല, അപ്ലോഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുരുപ്പ് പ്രാങ്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയും. യൂട്യൂബ് ഉണ്ടോ? ആ യൂട്യൂബ് ചാനലാ, പറയൂ. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തു ചെയ്യരുത്.